മിഷൻ തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു വമ്പൻ പദ്ധതിയാണ്. ബീഹാറിലാണ് ഇത് നടത്താൻ RSS പോകുന്നത്. അതായത് ഇനി 8 മാസമേ ഉള്ളൂ തിരഞ്ഞെടുപ്പിന്. ഈ തിരഞ്ഞെടുപ്പിൽ ബീഹാർ ഈസിയായി കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അതിനായി RSS തയ്യാറാക്കിയ ഒരു വലിയ പദ്ധതിയാണ് മിഷൻ തൃശ്ശൂർ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ വിചാരിക്കും മിഷൻ തൃശ്ശൂർ, അല്ല, മിഷൻ തൃശ്ശൂർ എന്നാണ് അതിൻ്റെ പദ്ധതിയുടെ പേര്. ഇതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് RSS തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് 3 നിർണായക വിഷയങ്ങളിൽ RSS ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു ബീഹാറിൽ എന്നതാണ്. ഇത് ദേശീയ മാധ്യമങ്ങളടക്കമാണ് ഈ RSSൻ്റെ പുതിയ ദൗത്യം വെളിയിൽ വിട്ടിരിക്കുന്നത്, പുറത്തറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. രഹസ്യാത്മക സർവ്വേകളിലൂടെ അതൃപ്തരായ വോട്ടർമാരുടെ പ്രധാന പ്രശ്നങ്ങൾ തിരിച്ചറിയുക. എന്താണ് അവിടുത്തെ വോട്ടർമാർക്ക് ഉള്ള പ്രശ്നങ്ങൾ, അത് ഏതൊക്കെ തരത്തിലൂടെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ഏറ്റവും സ്വാധീനമുള്ള വിഷയങ്ങൾ വിലയിരുത്തി തിരഞ്ഞെടുപ്പ് ആഖ്യാനം രൂപപ്പെടുത്തുക. ഈ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി BJPക്കുള്ള തിരഞ്ഞെടുപ്പ് നേട്ടങ്ങളും അപകട സാധ്യതകളും വിശകലനം ചെയ്യുക എന്നതാണ് RSS ലക്ഷ്യമിടുന്നത്. ഇനി മറ്റൊന്ന്, RSSൻ്റെ പ്രാദേശിക ശാഖകളെ പ്രയോജനപ്പെടുത്തി അതീവ രഹസ്യമായാണ് ഈ സർവേ നടത്തുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി ബീഹാറിലുടനീളം ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും RSS ലക്ഷ്യമിടുന്നുണ്ട്. ബീഹാറിനെ വടക്കൻ ബീഹാർ, ദക്ഷിണ ബീഹാർ എന്നിങ്ങനെ തിരിച്ച് കാര്യക്ഷമമായ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് RSS നീങ്ങിയെന്നാണ് വിവരം. സമഗ്രമായ ബൂത്ത് തല സർവ അവലോകന യോഗം മാർച്ചിൽ ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതായത് 2 സംസ്ഥാനങ്ങളിലാണ് നോട്ടമെങ്കിലും ഏറ്റവും കൂടുതൽ, കാരണം 8 മാസമേ ഇനി ബീഹാർ തിരഞ്ഞെടുപ്പിനുള്ളൂ. നവംബറിലാണ് ബീഹാർ തിരഞ്ഞെടുപ്പ്. അപ്പോൾ ആ നവംബറിൽ ബീഹാർ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായി ഡൽഹിയിൽ 50,000 യോഗങ്ങൾ കൂടിയെങ്കിൽ അതിൽ കൂടുതൽ യോഗങ്ങൾ ബീഹാറിൽ കൂടാനും അവിടെ അതൃപ്തരായ വോട്ടർമാരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ച് ബൂത്ത് തലത്തിലും പ്രാദേശിക തലത്തിലും ആളുകളെ ഇറക്കി, RSSലെ അണികളെ ഇറക്കിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അത് മനസ്സിലാക്കി അതിൽ BJPക്ക് അപകടകരമായ കാര്യങ്ങൾ ഏതൊക്കെ ഉണ്ട്, അതെങ്ങനെ അപകടകരമല്ലാത്ത രീതിയിലേക്ക് മാറ്റാം, ഇതൊക്കെ രഹസ്യാത്മകമായാണ്. ഇതൊന്നും നമ്മൾ ആരും അറിയില്ല എന്നുള്ളതാണ്.